സൂപ്പർ സൂപ്പർ നല്ല അഭിപ്രായം, എല്ലാവരും നല്ല അഭിനയമാണ്. എല്ലാവരും സൂപ്പർ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ, നല്ല പടം, അടിപൊളി പടം, സൂപ്പർ നല്ല പടം. വളരെ മനോഹരമായിട്ടുള്ള സിനിമ തന്നെയാണ്. അഭിനയം തിരക്കില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. വളരെ സുഖമായിട്ടുള്ള സൂപ്പർ സൂപ്പർ എന്നൊന്നും പറയാനില്ല. എല്ലാവരും കാണണം. ജിത്തു പൊളിച്ചിന് സൂപ്പർ. പടം സൂപ്പർ സൂപ്പർ. ലാലേട്ടൻ അടിപൊളി. എന്തായാലും മോഹൻലാൽ ഇനിയുള്ളത് ഇങ്ങനത്തെ സിനിമകൾ സെലക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ. ജിത്തു ജോസഫ് സൂപ്പർ. നന്നായിട്ട്. ലാലേട്ടൻ്റെ ശക്തമായ തിരിച്ചറിവ്, അതുപോലെ കിരീടം, സതയം, അതുപോലത്തെ ജിത്തു ജോസഫിൻ്റെ സൂപ്പർ ഡയറക്ഷൻ. 10 വർഷം ദൃശ്യം കണ്ടതിൻ്റെ അതേ അനുഭവം തന്നെ. അതുക്കും മേലെ ഫാമിലിയൊക്കെ ഫുൾ ഫാമിലി ആയിരിക്കും. കേരളം മൊത്തം 100 കോടിയൊന്നും അതിൻ്റെ മേലെ പോകും. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. നന്നായിട്ട് സൂപ്പറാണ്. നല്ല സിനിമ, എല്ലാവരും കാണാം. നല്ല സിനിമ, ഫാമിലിയോടെ കാണാം. നന്നായിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം മോഹൻലാൽ ഈ സിനിമ നല്ല യൂസിഫറിന് ശേഷം ലാലേട്ടൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ലാലേട്ടൻ ഉണ്ട്, കുറച്ച് ബ്രേക്ക് തന്നെ ഉണ്ട്. അത് അങ്ങനെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ആയത് മാത്രം. വൻ തിരിച്ചറിവ് തന്നെയാണ്. സൂപ്പർ, വേറെ ലെവൽ. അടിപൊളിയായിട്ട് പടം, അടിപൊളിയായിട്ട്. ഉഷാറ് പടം. മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവാണ്. നല്ല കഥ, സൂപ്പർ പടം, കാണേണ്ട പടം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. തിയേറ്ററിലിരുന്ന് തന്നെ കാണണം. തീർച്ചയായിട്ടും മെസ്സേജ് കൊടുക്കുന്ന പടം തന്നെയാണ്. എല്ലാവരും ഇരുന്ന് ഫാമിലിയോട് ഇരുന്ന് കാണണം. തീർച്ചയായിട്ടും സമൂഹത്തിൽ നടക്കുന്ന കഥ തന്നെയാണ് പടം എടുത്തിരിക്കുന്ന സംഭവം. അടിപൊളി. ആസ് എക്സ്പെക്റ്റഡ് നല്ലൊരു സിനിമ തന്നെയാണ്. ജിത്തു ജോസഫ് സാറും ലാലേട്ടൻ്റെയും തമ്മിലുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മേക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഇത് ശരിക്കൊരു ഇമോഷണൽ ഡ്രാമ. ഇതിൽ വലിയ രീതിയിലൊന്നുമില്ല. ഒരു ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു ക്രൈം നടക്കുന്നു, അതിൽ അന്വേഷണം നടക്കുന്നു, അതിലായിട്ട് ബന്ധപ്പെട്ട ട്രയൽ നടക്കുന്നു. അതിൽ വൈറ്റൽ റോളുകളായിട്ട് ചെയ്യുന്ന എല്ലാവരും, പിന്നെ അതുമാത്രമല്ല വന്ന് നിന്ന് പോകുന്നവരെല്ലാം എന്താ പറയുക അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ നമുക്ക് എന്താ പറയുക ദൃശ്യം പോലെ തന്നെ നല്ലൊരു ആക്ടിംഗ് ആണ്. വിജയമോഹനായിട്ട് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. പിന്നെ അതിലെ ക്ലൈമാക്സും എല്ലാം നമുക്ക് എങ്ങനെ ആ പടത്തോട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഓരോരുത്തരും കാണുന്നതനുസരിച്ച് പെർസെപ്ഷനാണ്. പിന്നെ എന്താ പറയുക ഇതിൽ നമുക്ക് പലതരം എന്താ പറയുക ഒരു ലെവൽ ഇമോഷൻ മാത്രമല്ല ലെവലാണ്. പിന്നെ ലീഗലി ബേസിക്കലി അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരേപോലെ കണക്റ്റ് ആകും. കാരണം അത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ചിലവർക്ക് ചില പോയിന്റ് മനസ്സിലാക്കാതിരിക്കാം. ബട്ട് നമുക്കത് പിന്നെയും ആഫ്റ്റർവേർഡ്സ് OTTയിൽ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് വന്ന് കാണുമ്പോഴൊക്കെ എന്തായാലും നല്ലൊരു അനുഭവമാണ്. പ്രിയാമണി നന്നായിരുന്നു. സിദ്ദിഖിക്ക പറയേണ്ടതല്ലോ, ഒരു റോള് കൊടുത്താൽ നമുക്ക് ഒരു എന്താ പറയുക പ്രത്യേക ഒരു ഇമോഷനാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ലാലേട്ടനുണ്ട്. ലാലേട്ടൻ പിന്നെ പറഞ്ഞല്ലോ ജീവിക്കായിരുന്നു. പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ സാറുണ്ട്, നമ്മുടെ MLA, അദ്ദേഹവും നന്നായിരുന്നു. അനശ്വര പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ എനിക്ക് തൃപ്തി തന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മേക്കിംഗ് ആണ്. പാട്ട് അനാവശ്യമായിട്ട് കുത്തിക്കയറ്റിയിട്ടില്ല. അതിന് വേണ്ട രീതിയിലും ക്ലൈമാക്സ് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഓവറോൾ ഷുവറായിട്ടും എന്തായാലും ഞാൻ ഫാമിലിയും കൊണ്ട് വരുന്ന വീക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് വന്ന് കാണുക, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയുക. പ്രതീക്ഷിക്കണം. കാരണം നമ്മുടെ അതെ കാരണം ഇന്നിറങ്ങുന്ന ഡങ്കിയും നല്ല റെസ്പോൺസ് എന്ന് വിശ്വസിക്കുന്നു എന്ന് കേട്ടു. അത് ഞാൻ ഇതപ്പോൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഡങ്കിയുടെ ഒപ്പം തന്നെ ഇതും പിന്നെ നാളെ സലാറും വരുന്നുണ്ട്. അപ്പോൾ നല്ല പടങ്ങൾ വിജയിക്കട്ടെ. ആരുടെ പടമാണെങ്കിലും നല്ല പടം വിജയിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷം. നാളെ രാജുവേട്ടനും കൂടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു ഹാപ്പി ക്രിസ്മസ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു. താങ്ക് യു.